C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തൊരു ഉഷ്ണം. അല്ല, അതെ, നിങ്ങൾ ഈ അമ്പലത്തിൽ പോകുന്ന ആദ്യമായിട്ടാണോ? ചോദിച്ചത് കേട്ടില്ലേ കുട്ടിയെ? കുട്ടി ഈ അമ്പലത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണോന്ന്? ഞങ്ങൾ ആദ്യമായിട്ടാണോ രണ്ടാമതായിട്ടാണോ പോണെന്ന് നിങ്ങൾ അറിയുന്ന എന്തിനാ? യാത്ര ചെയ്താ പോരെ? പ്രിയേ, എന്താ ഇത്? എങ്ങനെയാ ആളുകളോട് സംസാരിക്കുന്ന? ഞങ്ങള് അവിടെ പോകുന്നത് ആദ്യമായിട്ടാട്ടോ. അല്ല, നിങ്ങൾ ഇത്രയും ദൂരം വന്ന് ഈ അമ്പലത്തിൽ തന്നെ തൊഴാൻ എന്താ കാരണം? അത് ചേച്ചിയുടെ ഒരു വഴിപാടാണേ. എന്ത് വഴിപാട്? അതെ കുട്ടി, ഇവന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കല്യാണം ആലോചിച്ചു. ഒന്നും നടന്നില്ല. എല്ലാ ആലോചനയും വിവാഹ നിശ്ചയത്തിന്റെ വക്ക് വരെ എത്തും. പിന്നീട് അങ്ങോട്ട് മുടങ്ങിപ്പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടത്. അവിടെയുള്ള ദേവിയെ തൊഴുത് മണി കെട്ടിയ കല്യാണം നടന്നു കിട്ടുന്ന ആളുകൾ ഉറപ്പിച്ചു പറയണേ. അങ്ങനെ മണി കെട്ടാനാ ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഓഹോ, അപ്പൊ മണി കെട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണല്ലേ? കൊള്ളാം. ഹേയ്, അല്ലല്ല, എനിക്കങ്ങനെ മണിയടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതെ, ഞാൻ ഈ കുട്ടിയുടെ മുഖലക്ഷണം ഒന്ന് പറയട്ടെ? വേണ്ട. അതുകൊള്ളാലോ. മുഖലക്ഷണം പറയാനൊക്കെ അറിയോ? പിന്നെ ഞാനിതൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതല്ലേ. എന്നൊന്ന് പറയ കേക്കട്ടെ. ഈ കുട്ടിയുടെ ഉള്ളില് സ്നേഹമുണ്ട്, പക്ഷേ ചെന്ന് ചാടുന്നത് മുഴുവൻ മണ്ടത്തരത്തിലായിരിക്കും. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിക്കും. ഈ കുട്ടി കാരണം മറ്റുള്ളവരെന്നും അപകടത്തിൽപ്പെടും. അനാവശ്യം പറയരുത്. അനാവശ്യം അല്ല കുട്ടി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ജയ, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഈ കുട്ടിയോട് എന്തിനാ വഴക്കിന് പോകുന്നേ? വഴക്കിന് പോയതല്ല ചേച്ചി, ഞാൻ മുഖത്ത് കണ്ട സത്യം പറഞ്ഞതാ. നീ അങ്ങനെ ഇപ്പൊ സത്യം ഒന്നും പറയണ്ട. ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇയാളുടെ ഒരു സത്യം പറച്ചില്. അതെ, ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒന്ന് സമാധാനമായിട്ട് പോവാനാ. ഒന്നും മിണ്ടാതിരിക്കാവോ? ഇയാള് പറയണത് കേട്ട് മിണ്ടാതിരിക്കാൻ ഈ നാട്ടിലെന്താ പട്ടാള ഭരണമാണോ? അതെ ചേച്ചി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് നേരത്തെ ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ഇയാള് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളിപ്പോ എന്തോ വേണം? ചേച്ചിയെ, ചേച്ചിയുടെ ഈ അനിയത്തി ഉണ്ടല്ലോ, ആള് ഭയങ്കര പെശകാട്ടോ. അതെ, പതുക്കെ. ചെയ്യണോ? ഇത് മിക്കവാറും കീറേണ്ടി വരും. അയ്യോ എന്റെ ദൈവമേ, ഇത് കീറാനൊന്നും പറ്റില്ല ചേച്ചി. എന്റെ കൊച്ചൊന്ന് അടങ്ങിയിരിക്ക്. കണ്ടോ, ഇതാണ് സാധനം. അയ്യോ, ഇത്രയും വലിയ മുള്ളോ? നിന്നോട് ഞാൻ ചെരുപ്പ് ഉരുല്ലെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ സമാധാനായോ? ചേച്ചി, എനിക്ക് പിടിച്ചോ. പയ്യെ പയ്യെ. വേദന ഉണ്ടോ? നല്ല വേദനയുണ്ട്. ആണോ? ഇനി ചെരുപ്പിട്ടോ. നടക്ക്. പതുക്കെ. ഇതാണ് ചേച്ചി, ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ഈ കുട്ടി ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ല. താങ്ക്സ്. എന്തുട്ട് താങ്ക്സ്? അതെ, ഒരു ചെറിയ മുള്ളെടുത്തിന് ഇത്രയും മതി. വാ ചേച്ചി ഇങ്ങോട്ട്. ഒന്നുണ്ടില്ലേ? വാ. സാർ, അവിടെയെങ്കിലും ആരെയും കാണാനില്ല. ഇനി മുകളിലത്തെ ഗുഹപ്പാറയിലൊന്ന് നോക്കണം, അവിടെ കൂടെ സെർച്ച് ചെയ്യാം.
ഹലോ അമ്മേ, ടിവിയിൽ വാർത്തയോ? അത് പിന്നെ അമ്മ, അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അമ്മ പേടിക്കണ്ട, ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരെയും കൊണ്ട് ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞങ്ങൾ ഉടനെ തിരിച്ചെത്തും. ഞാൻ വിളിക്കാമേ, അമ്മ വെച്ചോ. സംഭവം മീഡിയ റിപ്പോർട്ട് ചെയ്തു അല്ലേ? ഇന്നത്തെ കാലത്ത് ഒന്നും നമുക്ക് ഒരുപാട് കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. നിർത്തിവെച്ചു. പക്ഷേ ഈ ഭാഗത്തേക്ക് സുനാമി പോയിട്ട് ഒരു ചെറു തിര പോലും വന്നില്ല. അല്ല, അനിയത്തിക്ക് എന്താ പ്രശ്നം? അവൾക്ക് പ്രശ്നമൊന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആ കുട്ടിക്ക് എന്തോ നല്ല ടെൻഷനുണ്ട്. ഉള്ളിൽ ഒരുപാട് വിഷമം ഉള്ളതുപോലെ. ആ കുട്ടിയുടെ കല്യാണം ആയോ? ഇല്ല, ആലോചനയുണ്ട്. ഏതായിരിക്കും റൂം? ഹലോ ഹലോ, ഇത്തിരി ചൂടുവെള്ളം വേണമായിരുന്നേ. ഹലോ, ഇത്തിരി ചൂടുവെള്ളം വേണമായിരുന്നേ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്തായാലും കയറി നോക്കാം. പുറത്തേക്ക് പോണേ. ചേച്ചി, അയാളുടെ കഷ്ടകാലത്തിനോ? ചേച്ചി എന്താ എന്റെ കാര്യം ആലോചിക്കാത്തെ? ചേച്ചിക്ക് അയാളെ എപ്പോഴാ പരിചയം? അയാളും ആ പെണ്ണുമ്പിള്ളയും കൂടെ നമ്മുടെ വണ്ടിയിൽ വന്ന് കേറിയപ്പോ മുതലല്ലേ? അതിനുമുമ്പ് ചേച്ചി അവരെ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയ, നീ ഇല്ലല്ലോ. ഇല്ല. ചേച്ചി, ആ പെണ്ണുമ്പിള്ള സത്യത്തില് അവന്റെ ചേച്ചിയാണോന്ന് എനിക്ക് സംശയം. പ്രിയേ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല കേട്ടോ. അവരൊരു പാവ സ്ത്രീയാ. എടിയും അവര് തനി നാട്ടുമ്പുറത്ത് ജീവിക്കുന്നവരായതുകൊണ്ടാ. പിന്നെ കള്ളന്മാരിപ്പ പല തരത്തിലാ വേഷമാര് നടക്കുന്നെ. സത്യത്തില് ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ. പോലീസിലോ? എന്നിട്ട് വേണം നാട്ടുകാർ മൊത്തം അറിയാൻ. പിന്നല്ലാതെ പോലീസ് വന്ന് രണ്ടിനെ പിടിച്ചു നിർത്തി നല്ല നാലെണ്ണം പൊട്ടിക്കുമ്പോ മണി പോലെ സത്യം പറയും. എടിയടി, പതുക്കെ അവര് കേക്കും. അവര് കേക്കട്ടെ, എനിക്കതിനിപ്പോ എന്തുവാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. ചേച്ചി, ഇത് മനഃപൂർവ്വ, എനിക്ക് ഉറപ്പാ. മിണ്ടാതിരിക്ക്. കള്ളൻ. കാണിച്ചു തരാം.
ചേച്ചി എന്താ? ഇനി തന്നെ ഏട്ടനെ നയിക്കട്ടെ. ഞങ്ങളാരും ആ ഷോക്കിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഡീകെ, ഇന്നും നിനക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തും. എല്ലാം നഷ്ടപ്പെട്ടവനായി ഡീകെ റെസ്റ്റോറന്റും അമരാവതി എന്ന വീടുമില്ലാതെ നിന്റെ മക്കളാലും മരുമക്കളാലും വെറുക്കപ്പെട്ട് നീ തെരുവിലിറങ്ങും. ഇറക്കും നിന്നെ ഞാൻ. ഇപ്പൊ നടക്കുന്നത് സാമ്പിൾ വെടിക്കെട്ട. പൂരം വരാനിരിക്കുന്നതേയുള്ളൂ. ചെല്ല്, അമരാവതിയിൽ ചെന്ന് മകനെയും മരുമകളെയും ആശ്വസിപ്പിക്ക. നേരിട്ടുള്ള നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ വരും. നമ്മൾ തമ്മിൽ മുഖാമുഖം കാണും. ആ ദിവസത്തിനായി കാത്തിരുന്നോ നീ? ആരാടീക്കെ വിളിച്ചത്? വിഘ്നേശ്വർ, MP വിഘ്നേശ്വർ, ഈ കഥയിലെ വില്ലൻ. എന്തു പറ്റി ബാലു? കാലിനെന്തോ തട്ടി. എന്തേ കാണിക്കുന്നത്? നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നിങ്ങളെ കാര്യം ഇങ്ങോട്ട് വരാനുള്ള എന്നോട് പറഞ്ഞു. പിടിച്ച് കട്ടാവന വായിച്ചു പോവായിച്ച് ഇങ്ങോട്ട് നടക്കുമ്പോട്ട് വായിച്ച് നിൽക്കണോ? നിൽക്കണോ? എന്താടോ? ഒന്നുമില്ല. നിന്റെ ഉള്ളില് ഒരു കടലിരുമ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ കുടുംബത്തിനു വേണ്ടി നീ അനുഭവിച്ച വേദനയ്ക്ക് പകരം തരാൻ എന്റെ കയ്യിലിതേ
ഈ സ്നേഹം മാത്രമേ ഉള്ളൂ. ഏയ്, വിഷമിക്കാതെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി നിന്നെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. എവിടെ പോയാലും നീയും ഒപ്പം ഉണ്ടാവും. ലൈഫ് വളരെ ചെറുതാ. ഒരു ഭാഗം കുട്ടിക്കാലം, പിന്നൊരു ഭാഗം വാർദ്ധക്യം. രണ്ടും ഒന്നിനും പറ്റാത്ത കാലമാണ്. ഇതിനിടയില് നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാ. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു വെപ്രാളത്തില് അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി. ഇവിടെ നിനക്ക് സന്തോഷമായിരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് പലപ്പോഴും അവരെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോ ശത്രു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ഏട്ടാ? അതെ, ഇനി വരാൻ പോകുന്നത് അത്ര നല്ല കാലമായിരിക്കില്ല. നീ ദേവിയോട് നന്നായി പ്രാർത്ഥിക്കേ. പേടിക്കണ്ട ഏട്ടാ. എത്ര ശത്രുക്കൾ വന്നാലും നമ്മുടെ ലൈഫില് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഏട്ടൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന നമ്മുടെ കുടുംബത്തിന് ചേച്ചി എന്താ? കുഴപ്പമില്ല. ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ട്. തള്ളക്കോഴി ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന പോലെയാ ഞാൻ എന്റെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത്. വിഘ്നേശ്വരന് അവരെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളാർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ശിവയുടെയും അമലയുടെയും ജീവിതത്തിൽ നല്ലത് വരണമെന്ന് മാത്രമല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ എപ്പോഴാണ് മടങ്ങി വരുന്നത്? നാളെ രാവിലെ തൊഴുതു കഴിഞ്ഞാ തിരിച്ച് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ 2 ദിവസം താമസിക്കാൻ വന്നല്ലേ? അതെ. അമരാവതിയിലെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ? അവരെല്ലാം തിരിച്ചു വന്നില്ലേ, പിന്നെന്താ പ്രശ്നം? തിരിച്ചു വന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല മോളെ. ആ വീട്ടിനകത്ത് ഇനിയാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. എന്ത് പ്രശ്നം? ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭീകരാവസ്ഥയാണ് അവരനുഭവിച്ചത്. അതിന് കാരണം ശിവയും അമലയുമാണ്. ഏട്ടനും ഞാനും അതിന്റെ ഒരു ഭാഗം. സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള അമർഷവും വേദനയൊക്കെ വീടിനകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതെങ്ങനെയും തടഞ്ഞേ പറ്റും. ആ വീടിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ചേച്ചി പറഞ്ഞ ശരിയാ. ഓ, ആ വീഡിയോ കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചുപോയി. ചേച്ചിക്ക് പേടിയുണ്ടല്ലേ? ആ വിഘ്നേശ്വർ വെറുതെ ഇരിക്കില്ലെന്ന് ഏട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞതാ. ഇത്രയും കാലം അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് എന്താന്ന് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതുവരെ ഒന്നും ഉണ്ടാവാതായപ്പോ ഞങ്ങൾ കരുതി എല്ലാം അയാൾ മറന്നു കാണുന്നു. അയാള് വേറെ കല്യാണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ ഇല്ല, അയാൾ വരും. ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കും അയാള്. എനിക്കെന്തോ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നുന്നു. മോളെ, എനിക്കിപ്പോ ഏട്ടൻ്റെ അടുത്ത് ഉണ്ടായേ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോയാലോ ചേച്ചി? അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ? മഹാദേവനെ കണ്ട് തൊഴുത്
സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവർക്കറിയില്ല. ഏട്ടാ, അപ്പോ അയാള് നേരിട്ടൊരു യുദ്ധത്തിന് വരുമെന്ന് ഉറപ്പായി അല്ലേ? അതെ, അയാൾ വരും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനു മുമ്പ് എന്റെ മക്കളെയും മരുമക്കളെല്ലാം സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് എത്തിക്കണം എനിക്ക്. ജ്യോതി, ശിവയ്ക്ക് വേണ്ടി നമ്മൾ അമലയെ കൊണ്ടുവന്നത് ഒരു തെറ്റായിപ്പോയോ? ഒരിക്കലും ഇല്ല ഏട്ടാ. സ്വന്തം കൂടപ്പിറപ്പുകളുടെ ജീവിതം സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാ, ബാധ്യതയാ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിലൊരു തെറ്റുമില്ല. MP വിഘ്നേശ്വർ, അകലെയിരുന്ന് കരുക്കൾ നീക്കുന്ന ശത്രു. അയാൾ വരും. ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതൊന്നും സാരമില്ല ഏട്ടാ. എന്തും സഹിക്കാൻ തയ്യാറായിട്ടല്ലേ ഞാൻ ഏട്ടന്റെ കൂടെയുള്ളത്. എല്ലാവർക്കും കൊടുത്ത വാക്കുകൾ എനിക്ക് പാലിച്ചേ പറ്റൂ. പ്രിയയുടെ കല്യാണവും എത്രയും വേഗം നമുക്ക് നടത്തണം. എന്താ മനുഷ്യ ഇവിടെ നിൽക്കുന്ന നോക്കിയേ. അയ്യോ, എന്നെ നോക്കാനല്ല, ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ. പിന്നെ നിങ്ങളെ നോക്കിയാലും മതി. ഇവിടെ തന്നെ ആരാ ഇത്? ഇതാണ് സുധീഷ്. നാളെ പ്രിയയെ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ. കണ്ടോ, കൊള്ളാവോ? കൊള്ളാമോന്ന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവളല്ലേ ഉത്തരം പറയേണ്ടത്. അല്ല, മരുമകനാകാൻ പോകുന്ന പയ്യനെ നിന്നെ കൂടെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയണമല്ലോ, അതാ ചോദിച്ചു. പിന്നെ നിങ്ങൾ അവളെ കൊണ്ടുപോയി കാണിക്കും മനുഷ്യ. എന്നാ നീ കൂടെ? ഞാനെങ്ങും വരുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചാൽ മതി. നിങ്ങളോടാവുമ്പോ അവളെ എന്താണെങ്കിലും പറയും. അതൊന്നും സാരമില്ല, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. നീ വാ, ചോദിക്കാം, വാന്നേ. വേണ്ട, മോളിറങ്ങി വരുന്നുണ്ട്, പോയി ചോദിക്കാം. ചെല്ല്. മോളെ. എന്താ അച്ഛാ? DK നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് അത് മോളെ കാണിക്കാൻ പറഞ്ഞു. മോക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കത് ആലോചിക്കാം. ഇതാ പയ്യൻ. വേണ്ട അച്ഛാ, എനിക്ക് ആരെയും കാണണ്ട. കാണണ്ട? നീ എന്തോ ഈ പറയുന്നേ? എനിക്കിപ്പൊ കല്യാണം വേണ്ട. എടി, നീ എന്താടി സന്യസിക്കാൻ പോണോ? ആ, ഞാൻ സന്യസിച്ചോളാം. ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നീ ഒന്ന് സമാധാനത്തോടെ സംസാരിക്കും കൊച്ചിനോട്. ഇവളുടെ ഈ വർത്താനത്തിന് എന്ത് സമാധാന സുധേട്ടാ പറയേണ്ടത്? അമ്മേ, നിങ്ങൾ ഇനി എത്ര വഴക്ക് പറഞ്ഞാലും കൊന്നാലും ഞാൻ ഇനി ഒരു കല്യാണത്തിന് തയ്യാറാവില്ല. നിങ്ങളൊന്ന് ഏട്ടനോട് പറഞ്ഞേക്കും. നീ പിന്നെ ചേട്ടന് വാക്ക് കൊടുത്തതോ? ഞാൻ ഏട്ടന് വാക്ക് കൊടുത്തതാ, പക്ഷെ ഞാൻ ആ വാക്ക് പാലിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കതിന് കുറച്ച് സമയം വേണം. എത്ര സമയം? അതെനിക്ക് പറയാൻ പറ്റില്ല. മോളെ. എന്താ അച്ഛാ? എന്റെ മോളെ, ഇതങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛാ, അച്ഛൻ ചേട്ടനോട് എനിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ മതി. അപ്പൊ ഏട്ടൻ മാറ്റി വെച്ചോളൂ. അങ്ങനെ 2-3 തവണ ആവുമ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടും. ഓ, അത് ശരി. അപ്പൊ ഓരോന്നോരോന്നായിട്ട് മുടക്കാനാണ് നിന്റെ പരിപാടി. അത് നടക്കത്തില്ലടി, ഞാനത് സമ്മതിക്കത്തില്ല. അവര് പെണ്ണ് കാണാൻ വരികയും ചെയ്യും, ഈ കല്യാണം നടക്കുകയും ചെയ്യും. അമ്മേ, എന്താ സംഭവിച്ചത്? അവർക്ക് തിരിച്ചെത്തിയോ? എല്ലാം വിശദമായിട്ട് പറയാം. അവരെല്ലാരും റൂമിലുണ്ട്. വാ മക്കള്, വാ, നടക്ക. അമ്മ, ക്ഷമിക്കണം അമ്മ. എന്റെ പേരിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ കരുതിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. വരാനുള്ളത് വഴി തെങ്ങില്ല, അത് ഓട്ടോ വിളിച്ച് താനേ വരും. അതിന് നീ ഒരു കാരണമായി. ഇതല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇത് സംഭവിച്ചേനെ. എല്ലാം വിധിയാ. അല്ല, അമ്മ കാണാൻ പോയിട്ട് എന്തായി? അമ്മ ഹാപ്പിയായോ?
വാട്ട് ഹാപ്പൻ? ഇല്ലമ്മേ, ഞങ്ങളെ കാണാൻ അമലയുടെ അമ്മ കൂട്ടാക്കിയില്ല. അമ്മയ്ക്ക് ഇതുവരെ എന്നോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അത് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാതിലിൽ ചെന്ന് മുട്ടിയപ്പോ എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചു കളഞ്ഞു അമ്മ. മോള് വിഷമിക്കണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല. അത്രയേറെ മോടെ മദറിന്റെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടാ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. അതെ, കുറച്ചു കഴിയുമ്പോ അമ്മ മോളെ താനേ വിളിക്കും. ഒരമ്മയ്ക്കും തന്റെ മകളെ അങ്ങനെ കളയാൻ പറ്റില്ല മോളെ. അമ്മേ, ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ നിൽക്കാന്ന് കരുതിയാ പോയത്. പക്ഷേ അതിനുള്ള ഒരു അവസരവും കിട്ടിയില്ല. ആ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നിങ്ങൾ വരും, നടക്ക് മക്കളെ. എന്തിന്? അവള് കാരണല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അവൾക്ക് വേണ്ടിയല്ലേ ആ വിഘ്നേശ്വര മൂർത്തി നമ്മളോട് ഇതൊക്കെ ചെയ്തത്. അയാൾ എന്തേലും ചെയ്തതിന് നമ്മൾ അവളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? പിന്നെ ആരെ കുറ്റപ്പെടുത്തണം? നമ്മുടെ കുറ്റം കൊണ്ടാണോ അയാൾ മായച്ചിയും ബാലുവിനെ ഉപദ്രവിച്ചത്? സ്വന്തം ഭർത്താവിന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും നിനക്ക് അതിന്റെ ഒരു വേദന പോലും ഇല്ലല്ലോ. എഴുതിയിൽ എണ്ണ ഒഴിക്കല്ലേ താരച്ചി? സംഭവിച്ചതിന് എല്ലാവർക്കും വിഷമവും വേദനയും ഉണ്ട്. എന്ന് കരുതി നാളെ അമരാവതിയിൽ അത് വലിയ പ്രശ്നമാക്കി മാറ്റരുത്. നമ്മൾ ആരും അതിന് ശ്രമിക്കുകയും ചെയ്യരുത്. എന്തായാലും ഞാനത് അവളോട് ചോദിക്കും. അവൾ ഒറ്റ ഒരുത്തി കാരണം നമ്മൾ ഈ അപകടത്തിൽപ്പെട്ടത്. താരെ, ആവശ്യമില്ലാത്ത വഴക്കിനൊന്നും പോവരുത്. നീ അവളോട് വെറുതെ ഒന്നും സംസാരിക്കുകയും ചെയ്യരുത്. വേണമെങ്കിൽ നമുക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ അവളോട് പറയാം, അത്രയുള്ളൂ. അതിനപ്പുറം അവളെ കുറ്റപ്പെടുത്തുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അവൾ ഈ വീട്ടിലെ മരുമകളാ, അത് ഓർമ്മ വേണം. വേണ്ട മായച്ചി, നിങ്ങൾ ആരും സംസാരിക്കണ്ട. ഞാൻ അവളുടെ മുന്നിൽ പോയി 2 സ്തുതി പാടി വേണമെങ്കിൽ ഒരു മാല ഇട്ട് അനുമോദിച്ചിട്ട് വരാം. അല്ല പിന്നെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയി ചോദിക്കും. അമലേ, നീ ഒറ്റ ഒരുത്തിയാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായതൊക്കെ? മായച്ചിയും ബാലും ചത്ത് ജീവിക്കുന്ന പോലെ ഇപ്പൊ ജീവിക്കുന്ന. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് എല്ലാവരും കൂടി സന്തോഷമായിട്ടൊന്ന് പുറത്തു പോയതാ. അതുപോലെ നീ കാരണം ഇല്ലാതായി. ഇങ്ങനെ കണ്ണു മെഴിച്ചു നോക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യമാ. നീയാ ഇപ്പൊ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. താരെ, നീ എന്ത് വൃത്തികേടായി പറയുന്നേ? താരേച്ചി, അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? എനിക്കറിയാം, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാ. എന്തു പറ്റി? ഒന്നുമില്ല ശിവ. എന്തോ ഉണ്ടല്ലോ, പറ. നമുക്ക് അത് ഇവിടുന്ന് എവിടെയെങ്കിലും പോയാലോ? എവിടെ? എന്തിന്? അല്ല, വേറെ എവിടെയെങ്കിലും ഒരിടത്തേക്ക് മാറി താമസിച്ചാലോ? നമ്മൾ മാത്രമുള്ള ഒരിടത്തേക്ക്. അതാവുമ്പോ നമ്മള് കാരണമുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. അമല, നീ കാര്യം പറ. ഞാനൊരു സിനിമ നടിയായി പോയത് എന്റെ തെറ്റാണോ? വിഘ്നേശ്വർ അവരെ പിടിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? എനിക്ക് വയ്യ ശിവ, എനിക്കിവിടെ താമസിക്കാൻ വയ്യ. നീ എന്താ കാര്യം പറ. പറയാമല്ലേ? ശിവ, ഞാനത് പറഞ്ഞെന്ന് കരുതി ശിവ പോയി അവരോട് ചോദിക്കൊന്നും വേണ്ട കേട്ടോ.
ശിവ, നിങ്ങളാരും ചെറിയ കുട്ടികളൊന്നുമല്ല. നിങ്ങളെ തല്ലി പഠിപ്പിക്കാനോ വഴക്ക് പറഞ്ഞ് നേരെയാക്കാനോ ഇനി പറ്റൂല. തിരിച്ചറിവും വിവേകവും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിത്തരാനും പറ്റില്ല. ഇത്രയും നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പരാജയമായി പോകുന്നേ. മായേ, വീട്ടിലുള്ളവർ വിചാരിക്കുമ്പോൾ മാത്രമല്ല, വന്നു കയറുന്നവരും കൂടി ആ വീട് തങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതുമ്പോഴാ ഏതൊരു വീട്ടിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങനെ കുറ്റവാളികളെ പോലെ എന്റെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കേണ്ടി വന്നത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അമലയെ ചോദ്യം ചെയ്യാനും ശാസിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു? താരേ, ഇടയ്ക്കൊക്കെ വിഡ്ഢിവേഷം കെട്ടാം, പക്ഷെ എപ്പോഴും അത് ചെയ്യുന്നത് നിനക്ക് തന്നെ അപമാനം. സ്ഥാനം കൊണ്ട് അമല നിങ്ങൾക്കൊക്കെ ആരാ? അമല നിങ്ങൾക്ക് ആരാണെന്ന്? ചെറിയമ്മായിയമ്മ ആണല്ലോ. ജ്യോതിയുടെ അതേ സ്ഥാനം തന്നെയാ ഈ വീട്ടിൽ അമലയ്ക്കുള്ളത്. താരയ്ക്ക് ഒരബദ്ധം പറ്റിയതാ. ഞങ്ങള് താരേച്ചിയെ തടയാൻ നോക്കിയതാ. അപ്പോഴേക്കും താരേച്ചി എന്തൊക്കെയോ പറഞ്ഞു. സോറി ഡിക്കെ. നാവിനെ നിയന്ത്രിക്കാൻ ശീലിച്ചില്ലെങ്കിൽ വാക്കുകൊണ്ട് മരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് താരയാ. സോറി ഡിക്കെ, താരയെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ആ MP വിഘ്നേശ്വറിന്റെ ആൾക്കാര് മായച്ചയും ബാലുനെയും തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അമല കാരണല്ലേ അതൊക്കെ സംഭവിച്ചത്? ആര് പറഞ്ഞു അമല കാരണമാണെന്ന്? ഞാനാണ് അമലയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അനിയന്റെ ഭാര്യയാണ് അവള്. ഇനി മേലിൽ ഇതുപോലൊരു സംഭവം ആവർത്തിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരായാലും പിന്നെ അവർ ഈ വീട്ടിലുണ്ടാകില്ല. മനസ്സിലായല്ലോ? താരേച്ചി കാരണം ഞങ്ങൾക്കും കൂടി ചെയ്ത് കിട്ടി. പ്രിയ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. വണ്ടി എടുത്ത് മാറ്റ്. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? നീ എന്റെ ഭാര്യയല്ലേ? നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതല്ലേ? എടി, നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരക്ഷരം വേണ്ടി പോകരുത്. ഇനി എന്തേലും പറഞ്ഞ ഞാൻ ഇവിടുന്ന് കൂവി ബഹളം ഉണ്ടാക്കും. വണ്ടി എടുത്ത് മാറ്റടോ, എനിക്ക് പോണം. അങ്ങനെയൊക്കെ അങ്ങ് പോവല്ലേ, ഞാൻ പറയട്ടെ. പ്രിയ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാ മതി. നീ എന്തിനാടി എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാനേ അഡ്വക്കേറ്റ് ജയപ്രകാശ. രാജീവിന്റെ കേസ് വാദിക്കുന്നതേ ഞാനാ. നിന്നെ ഞാൻ അകത്താക്കും. ആരാ മോളേത്? അതെന്റെ പിന്നാലെ നടക്കുന്നൊരു ശല്യമാ. ശരിക്കും ദുരന്തം. ചേച്ചി, ജയപ്രകാശിനെ ഒന്നിങ്ങി വിളിക്കോ? ആ ദുഷ്ടനോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊന്നും സാരില്ല, അതൊക്കെ അവൻ ശരിയാക്കിക്കോളും. അതുകൊണ്ടേ ഇനി കൂടുതൽ കളിക്കരുത് പ്രിയയുടെ അടുത്ത്. കളിച്ചു കഴിഞ്ഞാലേ നിന്നെ ഞാൻ അകത്താക്കും. അവളെ കെട്ടാൻ പോകുന്നതേ ഞാനാ. എന്താ ഇപ്പൊ നിനക്ക് സമാധാനായോ? വാന്നേ. നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയൻ. നിന്റെ കാര്യത്തില് ഏടനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോ ചേച്ചിയുടെ ഭർത്താവിന് അതിനുള്ള അവകാശം ഇല്ല എന്നാണ് നീ പറയുന്നതെങ്കിൽ ഞാനത് ഏട്ടനോട് പറയാം. ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പെരുമാറിയിട്ടുണ്ടോ? മനുഷ്യന്മാരുടെ കാര്യമല്ലേ പ്രിയമോളെ. മനസ്സ് പറയുന്നത് മുമ്പും പിമ്പും ആലോചിക്കാതെ പെരുമാറുന്നവരാ ആളുകളിൽ പലരും. അത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുക കൂടിയില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ എടുത്തു ചാടി അവിനാശിന്റെ അടുത്ത് പോയി ഈ മണ്ടത്തരം കാണിച്ചതുകൊണ്ടല്ലേ ഇത് ഇത്രയ്ക്കങ്ങ് വഷളായത്. അതുകൊണ്ടല്ലേ ചേച്ചി ഏട്ടൻ അയാളെ വിട്ടത്? മോളെ, നിനക്ക് ഏട്ടനെ അറിഞ്ഞൂടാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏട്ടനെ രക്ഷിക്കാൻ ഏട്ടനെ അറിഞ്ഞൂടെ, അല്ലാതെ നീ പോയിട്ടും. മോളെ, ഏട്ടൻ പറയുന്നത് നീ ഒന്ന് സമ്മതിക്ക്. ദേ, ആദ്യം അവര് നിന്നെ വന്നൊന്ന് കാണട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ തീരുമാനിക്കുന്നേ. വെറുത്തുപോയി ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.